നമസ്കാരം. നഴ്സിംഗ് എന്ന പ്രൊഫഷൻ നല്ലൊരു പ്രൊഫഷനാണ്. കുറേ കുട്ടികളുടെ ഡ്രീം ആണ് നല്ലൊരു നേഴ്സ് ആവുക. അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിലും അല്ലെങ്കിൽ തന്നെ പ്രൈവറ്റിലും. അപ്പോൾ ഗവൺമെൻറ് കിട്ടിയില്ലെങ്കിൽ അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കോളേജുകളിൽ പോയിട്ട് അവർ അതിനു വേണ്ടി എൻറോൾ ചെയ്യുന്നു. അതിന് ലക്ഷങ്ങൾ വേണ്ടി വരുന്നു. ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ, ഡൽഹി എന്നീ പ്രൈവറ്റ് കോളേജുകളിൽ പോയിട്ട് അവർ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് BSc നഴ്സിംഗ് ചെയ്യുന്ന ഈ കുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമുള്ളൂ: എന്തുകൊണ്ട് മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് ഒന്ന് ട്രൈ ചെയ്തുകൂടാ? MNSലേക്ക് അതിൻ്റെ BSc നഴ്സിംഗിൻ്റെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് ആണ് 30th ജൂൺ. ഈ ജൂൺ 30 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. 220 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ട്രൈ ചെയ്യാം. അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ +2, അതിൽ PCB മതി. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. കൂടാതെ ഇംഗ്ലീഷിൽ 50% മാർക്ക്. പിന്നെ നീറ്റ് സ്കോർ വേണം. അപ്പം നീറ്റ് സ്കോർ പ്ലസ് നമ്മളുടെ +2ൻ്റെ മാർക്ക് എല്ലാം നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് ആയിട്ടുള്ള ആ സൈറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ അറിയിക്കും, നമ്മളുടെ ഇമെയിൽ ID അറിയിക്കും. അതനുസരിച്ച് നമുക്ക് ഡൽഹിയിൽ ഒരു എക്സാം ഉണ്ട്. ആ എക്സാം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ടെസ്റ്റും ജനറൽ ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്കുള്ള അടുത്തൊരു സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കഴിഞ്ഞാൽ മെറിറ്റ് ലിസ്റ്റിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് BSc നഴ്സിംഗ് 6 കോളേജിൽ ഈ 6 കോളേജിലേക്ക് നമുക്ക് ഏതെങ്കിലും കോളേജിൽ കിട്ടും. കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ആർമിയിൽ രണ്ടാമത്തെ ഏറ്റവും താഴ്ന്ന രണ്ടാമത്തെ റാങ്ക്, അതായത് സെക്കൻഡ് ലെഫ്റ്റനന്റ് കഴിഞ്ഞാൽ അടുത്ത റാങ്ക് ആയിട്ടുള്ള ലെഫ്റ്റനന്റ് എന്ന ആ റാങ്കിലേക്ക് നമ്മളെ പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റൈഫൻഡ്, ഒപ്പം തന്നെ നമുക്ക് കംപ്ലീറ്റ് അലവൻസ് ഉണ്ട്. ഇത് കോഴ്സ് കഴിഞ്ഞാലും നമുക്ക് അലവൻസ് പ്ലസ് നമ്മളുടെ സാലറി, നമ്മളുടെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസ് ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന more than 1 lakh ആണ്. പ്ലസ് നമ്മുടെ വന്ന ഇമേജ് വളരെ വലിയൊരു ഇമേജ് ആണ്. ഒരു ഓഫീസർ റാങ്ക് ആണ് മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ലഭിക്കുന്നത്. ലെഫ്റ്റനന്റ് എന്ന ആ ഒരു സ്ഥാനത്ത് നമ്മുടെ കയറ്റം. ഇത് 10 years നമുക്ക് MNS ആയിട്ട് സെർവ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 2000 ഒക്ടോബർ 1 2008 30 സെപ്റ്റംബർ ഈ ഡേറ്റും ഇതിനിടയിൽ ജനിച്ച കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒപ്പം +2 നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നീറ്റ് എക്സാമിനേഷൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാൻ സാധിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഫഷനാണ്. ഡിഫൻസിലെ ആനുകൂല്യങ്ങളും ഡിഫൻസിലെ ആ ഒരു ഇമേജും പ്ലസ് സാലറി ഇതെല്ലാം വളരെ ഹൈ ലെവലിലെ സാലറിയാണ്. ജസ്റ്റ് ട്രൈ എക്സാമിന് വേണ്ടി നിങ്ങൾ അതിന് ഏജ് നിങ്ങൾ ക്വാളിഫൈ, നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് ട്രെയിനിങ് ആവശ്യമാണെങ്കിൽ ജേഡ്സ് അക്കാഡമി കോൺടാക്ട് ചെയ്യാൻ. ഞങ്ങൾ അതിൻ്റെ തന്നെ ബേസിക് ട്രെയിനിങ്ങും ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഗൈഡൻസും എല്ലാം നൽകുന്നുണ്ട്. ഇനി ഇതിനിപ്പോൾ ക്വാളിഫിക്കേഷൻ ആ ഒരു ഏജ് ആയിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ഇയറിന് വേണ്ടി ഇപ്പോഴും ട്രൈ ചെയ്യാം. വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഫഷൻ ആണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ്. ഓക്കെ, ട്രൈ ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.